എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ SCERT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 11ാമത്തെ ചാപ്റ്റർ നിയമവും സമൂഹവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്ന ഒരു പോയിന്റാണ് എന്താണ് നിയമം. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. എന്താണ് നിയമം? സമൂഹത്തിലെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നിയമം എന്ന് പറയുന്നത്. മനുഷ്യർ സാമൂഹ്യ ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും അനിവാര്യമാണ്. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താല്പര്യങ്ങൾക്ക് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായിരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും. ഇത് സമൂഹത്തിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കും. അതിനാൽ നിയമലംഘനം എന്താണ്? ശിക്ഷാർഹമാണ്. നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്നത്. എങ്ങനെയൊക്കെയാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളുണ്ട്, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങളുമുണ്ട്. രണ്ട് തരത്തിലുള്ള നിയമങ്ങളാണ്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്നതുണ്ട്, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്നതുണ്ട്. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം എന്താണ് ഈ സാമൂഹിക വഴക്കം എന്ന് പറയുന്നത്? സോഷ്യൽ നോംസ്. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഒരു പ്രത്യേക ഒരു സമൂഹത്തിലെ അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ടും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടും പെരുമാറ്റങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് അവിടെ പറഞ്ഞു പോരുന്ന ഓരോ ലിഖിതമായിട്ടുള്ള നിയമങ്ങളല്ല, അലിഖിതമായിട്ടുള്ള നിയമങ്ങളെയാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയായിരുന്നു അവ നടപ്പാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായ വിവിധ നിയമങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഗതാഗത നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ നിയമം തുടങ്ങി നിരവധി നിയമങ്ങളുണ്ട് അല്ലേ. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനായി നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിയമങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നത്? രാഷ്ട്രങ്ങളിൽ നിയമനിർമ്മാണ സഭകൾ വഴിയാണ്. ഗവൺമെന്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകളൊക്കെ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഗവൺമെന്റ് മുൻകൈയെടുത്ത് നടത്തുന്നതുകൊണ്ട് ശക്തമായിട്ടുള്ള പൊതുജനാഭിപ്രായങ്ങളിൽ നിന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഒരു നിശ്ചിത ഭൂപ്രദേശത്തെ ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ. ഒരു നിശ്ചിത ഭൂപ്രദേശത്തെ ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായിട്ടുള്ള സമൂഹത്തെയാണ് നമ്മൾ രാഷ്ട്രം എന്ന് പറയുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ. കോടതി വിധികൾ, വ്യാഖ്യാനങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതൊക്കെ പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടി നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ പൊതുജനാഭിപ്രായം വഴി അതുപോലെ ഗവൺമെന്റുകൾ മുൻകൈയെടുത്തിട്ടും കോടതി വിധികളിലൂടെയൊക്കെ പുതിയ നിയമങ്ങളൊക്കെ നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്നു. ഇത്തരത്തിലൊക്കെ രൂപപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. കേരള നിയമനിർമ്മാണ സഭയുടെ ചിത്രമാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് സൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സൈനുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്തരം അടയാളങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്, അനിവാര്യമാണ്. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് പറയുന്നത്. കാൽനടയാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട്. അതിലൂടെ കാൽനടയാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കാൽനടയായി നടക്കുമ്പോൾ വാഹനഭാഗം റോഡിൻ്റെ ഇടതുവശത്തു കൂടിയാണ് നമ്മൾ നടക്കേണ്ടത്. റോഡിൻ്റെ വലതുവശം ചേർന്നിട്ടാണ് ആ ഒരു വൈറ്റ് ലൈനിൻ്റെ അപ്പുറത്തുകൂടിയാണ് നമ്മൾ നടക്കേണ്ടത്. അല്ലെങ്കിൽ നടപ്പാതകളുണ്ടെങ്കിൽ അതിലൂടെ വേണം നടക്കാൻ. രണ്ടുപേരിൽ കൂടുതൽ ഇങ്ങനെ വശം ചേർന്ന് ഒരുമിച്ച് നടന്നു പോകരുത്. അതുപോലെ തന്നെ കാൽനടയാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ കാൽനടയാത്ര നടത്തരുത്. മൊബൈൽ ഫോൺ, ഹെഡ്സെറ്റ് എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകരുത്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ആദ്യം വലതുവശത്തേക്ക്, പിന്നെ ഇടതുവശത്തേക്ക്, വീണ്ടും വലതുവശത്തേക്ക് നോക്കിയിട്ട് വാഹനമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സിബ്ര ക്രോസിങ്ങിലൂടെ മാത്രം റോഡ് മുറിച്ച് കിടക്കുക. സിഗ്നലുള്ള ഇടങ്ങളിൽ കാൽനടയാത്രക്കാർക്ക് കടന്നു പോകാനുള്ള പച്ച വെളിച്ചം തെളിയുന്ന സമയത്ത് മാത്രം കടന്നു പോവുക. അതുപോലെ കാൽനടയാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫുട് ഓവർ ബ്രിഡ്ജുകൾ, മേൽപ്പാലങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ സ്കൈ വാക്ക്, ഭൂഗർഭ പാതകളൊക്കെ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നിയമവും സൈബർ ലോകവും.
നവമാധ്യമങ്ങളിലൂടെ എത്ര തട്ടിപ്പുകളാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇന്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. ആ നിയമം എന്താണെന്ന് നമ്മൾ നോക്കാം. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായുള്ള അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിലവിൽ വന്ന നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം വന്നിട്ടുള്ളത് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക, 2000-ലാണ്. ഇവിടുത്തെ വിവരാവകാശ നിയമം എന്താണ്? പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം. 2005-ലാണ് നിയമം വന്നിട്ടുള്ളത്. ഗതാഗത നിയമം, സൈബർ നിയമം തുടങ്ങിയ സമൂഹത്തിലെ പൊതുവായ സുരക്ഷ മുൻനിർത്തിയുള്ളവയാണ്. എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥവും കുട്ടികളും അവകാശങ്ങളും. ബാലാവകാശ നിരോധന നിയമം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെ അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടും നിരവധി നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ബാലവേല നിരോധന നിയമം 1986. വർഷം ഓർത്ത് വയ്ക്കുക, 1986-ലാണ് ബാലവേല നിരോധന നിയമം വരുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ജോലിക്ക് നിയമിക്കുന്ന എന്താണ് കുറ്റകരമാണ്. അപ്പോൾ 1986-ലാണ് ബാലവേല നിരോധന നിയമം വരുന്നത്. ഇതിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഈ വർഷം ഓർത്തേക്ക് 2009-ലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. പിന്നെ ബാലാവകാശ സംരക്ഷണ നിയമം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം 2009-ആണെന്ന് ഓർത്ത് വയ്ക്കുക. ബാലവേല നിരോധന നിയമം 1986-ആണെന്നും ഓർത്ത് വയ്ക്കുക. ഇനി ബാലനീതി നിയമം 2015-ആണ്. ബാലനീതി നിയമം എന്ന് പറയുന്നത് 2015. ഈ വർഷങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നീട് ഇടയ്ക്കൊന്നെടുത്ത് വായിച്ച് നോക്കിയാൽ മറക്കാതെ ഓർത്ത് വയ്ക്കാൻ പറ്റും. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായിട്ട് 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി അവരെ ഉപയോഗിക്കുക തുടങ്ങിയവയൊക്കെ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ നമുക്ക് സമീപിക്കാൻ പറ്റും. അപ്പോൾ ബാലനീതി നിയമം വരുന്നതെന്നാണ് 2015-ലാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ജൂൺ 12 എന്താണ്? ബാലവേല വിരുദ്ധ ദിനവും. നവംബർ 20 എന്താണ്? ലോക ബാലാവകാശ സംരക്ഷണ ദിനവുമാണ്. 2 ഡേറ്റ് ഓർത്ത് വയ്ക്കുക. നവംബർ 20 എന്താണ്? ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ് നവംബർ 20. ജൂൺ 12 എന്താണ്? ബാലവേല വിരുദ്ധ ദിനമാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്? 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ നിയമം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. നവംബർ 20 എന്താണ്? ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. മറക്കാതെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ നമ്മൾ 2 ഡേറ്റ് വന്നു. ബാലനീതി നിയമം 2015, വിദ്യാഭ്യാസ അവകാശ നിയമം 2009, ബാലവേല നിരോധന നിയമം 1986, വിവരാവകാശ നിയമം എന്നാണ് 2005, വിവര സാങ്കേതിക വിദ്യാ നിയമം എന്നാണ് 2000-ലാണ് വന്നത്. ഇനി പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നു. 2012-ലാണ് വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് 2012 ഇന്ത്യ ഗവൺമെന്റ് പോക്സോ ആക്ട് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിയമവാഴ്ചയെക്കുറിച്ചാണ്. വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ പരിചയപ്പെട്ടല്ലോ, ഒരുപാട് നിയമങ്ങൾ. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. എന്താണ് നിയമവാഴ്ച എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതിനെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. ഇനി തർക്ക പരിഹാര സംവിധാനങ്ങൾ. സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താനും അവയ്ക്ക് പരിഹാരം കാണാനും വേണ്ടിയിട്ട് നിരവധി സംവിധാനങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജാഗ്രതാ സമിതികൾ ഉൾപ്പെടെ. പിന്നെന്തൊക്കെയാണെന്ന് നോക്കാം. ക്രമസമാധാന പാലനത്തിന് പോലീസിന്റെ ചുമതല. ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം ആർക്കാണ്? കോടതികൾക്കാണ്. ക്രമസമാധാന പാലനം ആരുടെ ഇതാണ്? പോലീസിന്റെ ചുമതലയും. തർക്കങ്ങൾ പരിഹരിക്കുകയും ശിക്ഷ നൽകുകയും ചെയ്യുന്നത് കോടതികളാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയും കേരളത്തിന്റെ ഹൈക്കോടതിയാണ് കാണിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം കിടക്കുന്നത്. കേരള ഹൈക്കോടതി കേരളത്തിലെ സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എറണാകുളത്താണ് കേരളത്തിലെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടാതെ വിവിധ തരം കോടതികളുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ഉയർന്നത് സുപ്രീം കോടതി, അതിന് താഴെ ഹൈക്കോടതി, അതിന് താഴെ ജില്ലാ കോടതി, അതിന് താഴെ കീഴ്ക്കോടതികൾ ഒരുപാടുണ്ട്. നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹ്യ ജീവിതം സാധ്യമാകുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് നല്ല പോയിന്റ്സ്, പ്രധാനപ്പെട്ട പോയിന്റ്സും വർഷങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ദിനങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് റിവൈസ് ചെയ്താൽ മറക്കാതിരിക്കാം.